ഞാൻ സലു. കേരളത്തിലിപ്പോൾ മൺസൂൺ വളരെ ശക്തിയോടുകൂടി വന്നിരിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ്. രാവിലെ എണീക്കുമ്പം നല്ല തണുപ്പും പുതച്ചു മൂടി കിടക്കാൻ തോന്നും. നല്ല ചൂടോടെയുള്ളൊരു ചായയും കുടിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? ഇന്നത്തെ വീഡിയോ ജൈവ കീടനാശിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ്. നാച്ചുറൽ ആൻഡ് ഫ്രീ പെസ്റ്റിസൈഡ്സ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് മിലിബഗ്. മഴക്കാലം അടുക്കുമ്പോൾ ഏറ്റവും കൂടുതലും നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രാണികൾ വന്നിരിക്കുന്നതും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് വെള്ള പാടുകളിൽ വെള്ളീച്ചകൾ വന്നിരിക്കുന്നത് കാണാം. കൂടുതലായിട്ടും നമ്മൾ കൃഷിയിടങ്ങളിൽ കണ്ടുവരുന്നത് പാവലിനാണ്. പാവല്, മുളക്, അതുപോലെ തന്നെ പയറിലെ ചിത്രകീടം, ഇതെല്ലാം നമ്മുടെ ഇലകളെ നശിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. മഴക്കാലമാകുമ്പോൾ ഈ പ്രാണികളെല്ലാം തന്നെ മുട്ടയിടുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലകളുടെ താഴത്തെ ഭാഗത്ത് നമ്മൾ തിരിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ബാക്ക് സൈഡിലായിട്ട് വെള്ള കളറിൽ മുട്ടകൾ ഇട്ട് വെച്ചിരിക്കുന്നത് ചെറിയ പ്രാണികളെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് നാച്ചുറലായിട്ട് നമുക്ക് കീടനാശിനികൾ പലതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതിനെ തുരത്താനായിട്ട് സാധിക്കും. മലയാളികളുടെ എല്ലാവരുടെയും വീടുകളിൽ കാണാൻ സാധിക്കുന്ന മരമാണ് വേപ്പ്. നീം ഓയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിത് നീം ഓയിൽ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാം എന്ന് നോക്കാം. വേപ്പ് ആൻറ്റിബാക്ടീരിയൽ, ആൻറ്റിഫംഗൽ, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. വേപ്പിൻ്റെ ഇല വെച്ച് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ രീതി, വേപ്പിൻ്റെ ഇല ഒരു 4-5 തണ്ടെടുക്കുക, അത് നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അതിനുശേഷം ചെറിയ ഒരു മീഡിയം സൈസിലെ വെളുത്തുള്ളി ചതച്ച് ഈ അരിഞ്ഞ പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം 1 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇത് 3 മണിക്കൂർ നേരം ഇരിക്കണം. 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് ചെടികൾക്ക് കൊടുക്കാം. ഇത് കീടങ്ങൾ വരാതിരിക്കാനും കൊതുകുകൾ വരാതിരിക്കാനും സഹായിക്കും. ഇനി രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം. വേപ്പിൻ്റെ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതോടൊപ്പം ഇവിടെ ചെറിയ മീഡിയം സൈസിലെ വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം 2 ലിറ്റർ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യത്തെ പ്രോസസ്സ് എടുക്കുക. ഇത് 1 മണിക്കൂറിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എല്ലാ വീഡിയോസും കാണാൻ സാധിക്കുള്ളൂ. നന്നായി അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. എന്നിട്ട് ആവശ്യമനുസരിച്ച് നമ്മൾക്ക് എവിടെയാണോ പ്രാണികളുടെ ശല്യമുള്ളത് ആ ഭാഗത്ത് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 1 മാസം വരെ ഇതിൻ്റെ വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്.
ഇപ്പം മഴക്കാലമായപ്പോൾ കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അപ്പം കൂടുതലും ഇൻഡോർ പ്ലാന്റ്സിലും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ വീടിനോട് ചേർന്ന ഭാഗത്ത് വെക്കുന്ന ചെടികളുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇതിൻ്റെ സ്പ്രേ ഒന്ന് ചെറുതായിട്ടൊന്ന് റൂട്ട്സിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് കൊടുക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. മിലിബഗ് പോലുള്ള പ്രാണികളെ തുരത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യവും മഴക്കാലത്ത് കാണാൻ സാധിക്കും. ഉറുമ്പുകളെ കൊല്ലാനായിട്ട് ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. പക്ഷേ ഞാനിത് നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് ഉറുമ്പുകളെ അകറ്റാമെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് അറിയാവുന്ന ഒരു വലിയ കാര്യമാണ് മഞ്ഞളിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റിഫംഗൽ, ആൻറ്റിബാക്ടീരിയൽ എല്ലാ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറിയ ഒരു സ്പൂൺ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ 1 ലിറ്റർ വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഈ ചെടിയുടെ ബാക്ക് സൈഡിലൊക്കെ കണ്ട് ഒരുപാട് വെള്ള പ്രാണികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉറുമ്പുകൾ ഒക്കെ കാണാൻ സാധിക്കും. മഴക്കാലം ആകുമ്പം ഇവർ കൂടുകൂട്ടുന്നത് ഈ ഇലകളുടെ പുറകുവശത്താണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓരോ ഇലകളും എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ 1 തവണ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ്. മഴക്കാലമാകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉറുമ്പുകൾ ചെടിച്ചട്ടിയിൽ കാണാം. അപ്പോൾ അതിനും ഈ മഞ്ഞപ്പൊടി പ്രയോഗം തന്നെ ചെയ്യാം. അതിന് നമ്മൾ ഈ മഞ്ഞപ്പൊടി ഒന്ന് ഈ ചെടിച്ചട്ടിയിൽ ഒന്ന് വെതറി കൊടുക്കുക. അപ്പം ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, എങ്ങനെ ഉണ്ടാവും റിസൾട്ട് എന്ന് അറിയാനായിട്ട്. തലേ ദിവസം ഞാൻ മഞ്ഞപ്പൊടി അവിടെയെല്ലാം വിതറി. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ വന്ന് നോക്കി ഈ ഉറുമ്പിൻ്റെ ശല്യം പോകുമോ ഇല്ലയോ എന്നറിയാൻ. തീർത്തും ശരിയാണ്, മഞ്ഞപ്പൊടി പ്രയോഗം വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർത്തും ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. വെള്ളീച്ചകളെയും അതുപോലെ തന്നെ കീടങ്ങളെയും എല്ലാം ഒരു പരിധി വരെ നമുക്ക് ഈ നാച്ചുറൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ ചിലപ്പം വളരെ ശക്തിയായിട്ട് ഇലകളിലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു വലിയ ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയിൽ ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ പ്രാണികളെല്ലാം. അപ്പം വേറെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കഞ്ഞിവെള്ളം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചാരം ഇട്ട് കൊടുക്കുക. ഇത് മൺസൂണിൽ പക്ഷേ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് അല്ല. കാരണം നല്ല ചൂടുള്ള സമയത്ത് മാത്രമേ ഈ ഒരു പ്രയോഗത്തിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് മഴ വന്നു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമെല്ലാം പോവും. പിന്നെ ചാരം നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ആ ചാരത്തിൻ്റെ പൊടിയും ഒഴുകി പോകും. ഇത് നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഇലകളിൽ ചെറുതായിട്ട് കീടങ്ങൾ വന്നിരുന്ന് അതിൻ്റെ ഇല തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം വേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ മാത്രം വിനിഗർ ഉപയോഗിക്കുക. വിനിഗർ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.